നമ്മൾ ഇന്ന് 2 വാഴക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെയും ഈ ഭാഗത്തും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ പതിയെ ഇതിലിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ തൊലികൾ മാറ്റി കൊടുക്കാം. വാഴക്ക ഇതാക്കണതിൻ്റെ മുന്നേ കുറച്ച് അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്താൽ നമ്മളെ കൈമേലൊന്നും അതിൻ്റെ കറിയാവില്ല. അങ്ങനെ വാഴക്കൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഇത്ര കനം കുറഞ്ഞിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് കണ്ടെടുക്കാൻ. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണയ്ക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കലക്കി വെച്ച് മഞ്ഞളും ഉപ്പും പാട് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിപ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്യാം. അങ്ങനെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതുപോലെയുള്ളൊരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുക. ഞാൻ അതിനെടുത്ത കുപ്പിയാണ്. ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം.